കലാസ്നേഹികളുടെ കേരളത്തിൽ ഒഡീസി പോലുള്ള നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണെന്ന് കഥക് നർത്തകി മധുലിത മൊഹപത്ര പാലക്കാട് നടത്തിയ മീറ്റ് ദ ആർട്ടിസ്റ്റ് പരിപാടിയിൽ പറഞ്ഞു. കേരളകലയായ മോഹിനിയാട്ടത്തിൽ പരീക്ഷണങ്ങളേറെ നടക്കുന്നുണ്ടെന്ന് മോഹിനിയാട്ട നർത്തകി പാർവതി പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ആർട്ടിസ്റ്റിൽ സംസാരിച്ചു. ഇന്നത്തെ പെർഫോമൻസിൽ 4 ഐറ്റംസ് ആണ് ചെയ്യുന്നത്. അതിൽ ശ്രീകൃഷ്ണന്റെ 2 ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ള അഭിനയ പീസസ് വരുന്നത്. ചലിയെ കുഞ്ചനമോ ചെയ്യുന്നുണ്ട്, സ്വാതി തിരുനാൾ കൃതി, പിന്നെ കേശാദിപാദം തൊഴുന്നേ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഗണപതി സ്തുതി, മുഖജാലം, അങ്ങനെ അതാണ് ഇന്നത്തെ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം ലിസ്റ്റ്. സംഗീതം കൊണ്ടും അവതരണം കൊണ്ടും കഥക്കിന് ആസ്വാദക നിലകൾ ഏറെയാണ്. കഠിനമായ പരിശീലനത്തിനൊപ്പം പുതിയ പ്രമേയങ്ങൾ കണ്ടെത്താനും കൂടി നർത്തകർ ശ്രമിക്കുന്നുണ്ട്. രാമായണവും സീതയുടെ ഭൂതകാലവും രാവണന്റെ സംവാദവും ഉൾപ്പെടുത്തിയ കഥകളാണ് പുതുതായി അവതരിപ്പിക്കുന്നത്. പുതിയ പ്രമേയങ്ങൾ കണ്ടെത്തുന്നതോടെ പുതിയ ശൈലികളും വന്നുചേരും. എന്നാൽ കഥക്കിന്റെ അടിസ്ഥാന രീതി കൈവിടാറില്ലെന്നും മധുലിത മൊഹപത്ര പറഞ്ഞു. And this year we are going to perform Siyaram. It's all about Ramayana. And always whenever I come to Palakkad, it has been very wonderful experience for me, for my ensemble, for my students to come here and present Odissi. Because I find Kerala people are very art loving. So whenever we perform here, always we get that appreciation from all the people of especially Palakkad. I have performed many places in Kerala, but yes, Palakkad is a beautiful place and people are also very kind and art loving. പലർക്കും പല രൂപങ്ങളും തിരിച്ചറിയാത്ത അവസ്ഥയുണ്ട്. കലാരൂപങ്ങളെ തിരിച്ചറിയണമെങ്കിൽ വിവിധ കലകളെ ഉൾപ്പെടുത്തുന്ന വേദികൾ അനിവാര്യമാണെന്ന് പാർവതി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.